Today, our topic is about the interpretation and evaluation of penetrant test indication. How we evaluate the output from the LP test. Let's see the topic. The indication play a major role in reliability of penetrant testing. On interpreting the indications and results, there are several key features are noted. LPA ടെസ്റ്റ് നമ്മൾ നടത്തി, നമുക്ക് ഏറ്റവും അവസാനം റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് ഇൻഡിക്കേഷൻസ് കിട്ടി. ഇനി ആ ഇൻഡിക്കേഷൻസിനെ നമ്മൾ അനലൈസ് ചെയ്ത് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. മീൻസ് അത് ക്രായ്ക്കാണോ, അല്ലെങ്കിൽ പൊറോസിറ്റി ആണോ, അല്ലെങ്കിൽ ക്രായ്ക്കാണെങ്കിൽ അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ആ ക്രായ്ക്കിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം ഉണ്ട്, ക്രായ്ക്ക് ഫെയിലർ ആകാൻ, ആ സ്പെസിമെൻ്റെ ഫെയിലർ ആകാനുള്ള കാരണമാകുമോ, തുടങ്ങി എല്ലാത്തിനും ഒരു കാരണം പറയണം ഈ ഒരു ഇൻഡിക്കേഷൻസിൻ്റെ ബേസിൽ. അപ്പോൾ ഈ ഇൻഡിക്കേഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ ഇൻ്റർപ്രറ്റേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ അല്ല എങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്, റിസൾട്ട് മീൻസ് ഈ സ്പെസിമെൻ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഇൻ്റർപ്രറ്റേഷനെയാണ്. സോ അപ്പോൾ ഇൻ്റർപ്രറ്റേഷൻ എന്ന് പറയുന്നത് ആക്യുറേറ്റ് അല്ല എങ്കിൽ അത് നമ്മുടെ ഔട്ട്പുട്ടിനെ ബാധിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് പെനട്രൻറ്റ് പ്രോപ്പറായിട്ട് ക്രാക്കിൽ ഫില്ലാവണം, അതുപോലെ ഡെവലപ്പർ അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റണം, തുടങ്ങിയുള്ള കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കണം. ഇൻ കേസ് സ്പെസിമെൻ പ്രോപ്പറായിട്ട് ക്ലീൻ അല്ല, അതല്ല എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പെനട്രൻ്റ് ഡെവലപ്പർ ഇതൊന്നും പ്രോപ്പറല്ല, അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിലൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു പ്രോപ്പർ അല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർപ്രറ്റേഷൻ എന്ന് പറയുന്നത് കിട്ടുന്ന റിസൾട്ടിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും. സോ ഇൻ്റർപ്രറ്റേഷൻ അപ്പോൾ ആക്യുറേറ്റ് ആവണമെന്നില്ല. ഓക്കെ, clean cracks are generally easy to detect, but some uncontaminated surface openings which are very fine is difficult to detect. ഇപ്പോൾ നമുക്ക് വളരെ ക്രാക്കിൻ്റെ സൈസ് വലുതാണെങ്കിൽ നമുക്കത് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാം. ബട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ് അല്ലെങ്കിൽ ക്രാക്കുകൾ അല്ലെങ്കിൽ പോറോസിറ്റീസ് ഒക്കെ ആണെങ്കിൽ LPA ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ റിസൾട്ട് ഒപ്റ്റിമം ആകണമെങ്കിൽ സർഫസ് ക്ലീൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഡിഫക്റ്റിലേക്ക് പെനട്രൻറ്റിന് ഫ്രീ ആയിട്ട് കയറാനും ഡിഫക്റ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡെവലപ്പറിലേക്ക് പോകാനും സാധിക്കണം. ഇഫ് ഓൾ പെനട്രൻറ്റ് ഈസ് വാഷ്ഡ് ഔട്ട് ഓഫ് എ ഡിഫക്റ്റ് ആൻഡ് ഇൻഡിക്കേഷൻ കനോട്ട് ബി ഫോംഡ്. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, റെഫ്രിജറൻറ്റ് നമുക്ക് എക്സസ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പെനട്രൻറ്റ് കണ്ടമാനം, അതായത് ക്രാക്കിനകത്തുള്ള പെനട്രൻറ്റിനെ കൂടെ റിമൂവ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ ക്രാക്കിനകത്ത് പെനട്രൻറ്റ് ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ക്രാക്ക് വളരെ ഡെപ്ത് കൂടിയ ക്രാക്കാണെങ്കിൽ ക്രാക്കിൻ്റെ അടിയിലത്തെ പോർഷനൊക്കെ ആയിരിക്കും പെനട്രൻറ്റ് ഉണ്ടാവുക. അങ്ങനെ സംഭവിച്ചാൽ ദർ ഇസ് നോ ഇൻഡിക്കേഷൻ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ക്രാക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിക്കണം. ഇനി ഇഫ് ഡിഫക്റ്റ് ഈസ് സ്മോളർ ഡിഫക്റ്റ് ആണെങ്കിൽ ദ ലോങ്ങർ ദ പെനട്രേറ്റിംഗ് ടൈം. വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്രാക്കുകളാണെങ്കിൽ പെനട്രൻറ്റ് അതിലേക്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡെൽ ടൈം കൊടുക്കാതെ നമ്മൾ ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഫൈൻ ആയിട്ടുള്ള ക്രാക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ ഡെൽ ടൈമിലും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സഫീഷ്യൻറ്റ് ടൈം പെനട്രേറ്റ് ചെയ്യാനുള്ള ഒരു സഫീഷ്യൻറ്റ് ടൈം നമ്മളത് കൊടുക്കണം. അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള പെനട്രൻറ്റിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ക്ലീനിങ് എന്ന് പറയുന്നത് ക്രാക്കിനകത്തുള്ള പെനട്രൻറ്റിനെ കൂടെ റിമൂവ് ചെയ്യുന്ന രീതിയിലേക്ക് പോവാതെയും നോക്കണം. വെൻ ദ ഡ്വൽ ടൈം ഈസ് മോർ വി ക്യാൻ ഗെറ്റ് ഗുഡ് ഇൻഡിക്കേഷൻസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം ഇതാണ്, ഡ്വൽ ടൈം എന്ന് പറയുന്നത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം, പെനട്രൻറ്റിന് ക്രാക്കിനകത്ത് മുഴുവൻ ഫില്ലാനുള്ള ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. അതല്ല എങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഡെൽ ടൈം പ്രോപ്പറല്ല, അതുപോലെ പ്രോപ്പറായിട്ട് സർഫസ് ക്ലീൻ ചെയ്തില്ല, ഇനിയിപ്പം എക്സസ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റിനെ ക്ലീൻ ചെയ്തപ്പം അതും പ്രോപ്പറല്ല, അത്തരത്തിൽ പോയി കഴിയുമ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോഴും നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ ആ റിസൾട്ടിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ആയിരിക്കില്ല. മീൻസ് ചില ക്രാക്ക് നമ്മൾ മിസ് ചെയ്തെന്ന് വരാം, ഇനി ചില ക്രാക്ക് ഇൻ്റർപ്രറ്റ് ചെയ്തപ്പോൾ എറർ ഉണ്ടായെന്നും വരാം. LPA indications depend upon the type of penetrant used. Okay, then if fluorescent penetrant is used, defect show up as glowing yellow
ഗ്രീൻ ഡോട്ട്സ് ഓർ ലൈൻസ്. ഇപ്പോൾ ഫ്ലൂറസെൻ്റ് ആണെങ്കിൽ ഫ്ലൂറസെൻ്റ് പെനട്രൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ യു വി ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വളരെ ബ്രൈറ്റ് ആയിട്ട് ഒരു യെല്ലോ ഗ്രീൻ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കും ലഭിക്കുക. അത് ഡോട്ടഡ് ആയിരിക്കാം, ലൈൻസ് ആയിരിക്കാം. ഇൻ ദ കേസ് ഓഫ് വിസിബിൾ ഓർ ഡൈ പെനട്രൻറ്റ്, ദി ഇഫക്ട്സ് ആർ ഇൻഡിക്കേറ്റഡ് ആസ് റെഡ് ഡോട്ട്സ് ഓർ ലൈൻസ്. ഇനിയിപ്പം നമ്മൾ വിസിബിളായിട്ടുള്ള പെനട്രൻറ്റ്, ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്, വിസിബിളായിട്ടുള്ള ഒരു റെഡ് കളർ പെനട്രൻ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡെവലപ്പർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഡെവലപ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ റെഡ് ആയിട്ടുള്ള സ്പോട്ടുകളോ ലൈനുകളോ ഒക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഡൈ പെനട്രൻ്റെ കേസിൽ ഈ ഇൻഡിക്കേഷൻസ്, റെഡ് ഇൻഡിക്കേഷൻസ്, അതുപോലെ ഫ്ലൂറസൻ്റെ കേസിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസിനെ പ്രോപ്പറായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് ആ ക്രാക്ക് എന്താണ്, ആ ക്രാക്കിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. The interpretation of the characteristic patterns indicating the types of flaws is of great significance. അതാണ് ഒരു ഫ്ലോ എന്താണ്, ആ ഫ്ലോ ഏത് ടൈപ്പാണ്, അല്ലെങ്കിൽ ആ ഡിസ്കണ്ടിന്യൂറ്റി, അല്ലെങ്കിൽ ആ ക്രാക്ക് അതിൻ്റെ നേച്ചർ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇൻഡിക്കേഷനാണ്. അല്ലെങ്കിൽ ഈ റെഡ് സ്പോട്ട് അല്ലെങ്കിൽ ആ ബ്രൈറ്റ് കളറ് അതിൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കൊണ്ടായിരിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ELPA ടെസ്റ്റിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർക്ക് അല്ലെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കൂ. ഒരു എക്സാമ്പിൾ നോക്കാം. എ ക്രാക്ക് ഓഫ് എ സ്മോൾ ഓപ്പണിംഗ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ എ ലൈൻ ഓഫ് പെനട്രൻ്റ്. ഇത് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ പല നമുക്ക് ഇൻഡിക്കേഷൻസ് കാണിക്കും. ആ ഇൻഡിക്കേഷൻസ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു ലൈൻ ഓഫ് പെനട്രൻ്റ് രീതിയിൽ നമുക്ക് കാണുകയാണെങ്കിൽ അപ്പോൾ അത് ക്രാക്ക് ഓഫ് എ സ്മോൾ ഓപ്പണിംഗ് ആണെന്ന് മനസ്സിലാകും. ഇനി പെനട്രൻ്റ് ഇങ്ങനെ ഡോട്ട്സ് ആയിട്ട് കാണുക, അതായത് റെഡ് സ്പോട്ടുകളായിട്ട് ഇങ്ങനെ കാണുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും അത് പിറ്റ് ഓർ പോറോസിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി സീരീസ് ഓഫ് ഡോട്ട്സ്, ആ ഡോട്ടുകൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് വരികയാണെങ്കിൽ ഒന്നുകിൽ ടൈറ്റ് ക്രാക്ക്, അല്ലെങ്കിൽ കോൾഡ് ഷട്ട്, അല്ലെങ്കിൽ പാർഷ്യലി വെൽഡഡ് ലാപ്പ്. ഇത്തരത്തിൽ ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് ആ ഇൻഡിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ ആ ഇൻഡിക്കേഷൻ്റെ നേച്ചർ എങ്ങനെയാണ് എന്നതിനെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ക്രാക്കാണ്, ഏത് ഡിഫക്റ്റാണ് സ്പെസിമെനിൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഫാൾസ് ഇൻഡിക്കേഷൻസ്, അതായത് സംടൈംസ് നമ്മുടെ ഇൻഡിക്കേഷൻസ് പ്രോപ്പർ അല്ലാതെ വരാം. അതായത് നമ്മുടെ പെനട്രൻ്റ് ക്ലീൻ ചെയ്യുന്ന, പെനട്രൻ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ചില പെനട്രൻ്റ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷനിൽ റിമൂവ് ആയിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അവിടെ നമുക്ക് ഒരു റെഡിഷ് ഇൻഡിക്കേഷൻ കാണിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതൊരു ഫാൾസ് ഇൻഡിക്കേഷനാണ്. ഇനിയിപ്പോൾ അതല്ല, ഒരു സ്പെസിമെൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പുകളാകാം. ആ ഷേപ്പുകളിൽ എവിടെയെങ്കിലും ചില വിടവുകളോ കർവേച്ചറുള്ള ഭാഗത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഈ പെനട്രൻ്റ് അക്യുമുലേറ്റ് ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവിടെയും നമുക്ക് ഇൻഡിക്കേഷൻസ് കാണിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഒബ്സർവർക്ക് മാത്രമേ കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള ഇൻഡിക്കേഷൻസ് ഏതാണ്, അല്ലെങ്കിൽ ഫാൾസ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഏതാണ് എന്ന് വേർതിരിച്ചറിയാൻ പറ്റും. എ ഫാൾസ് ഇൻഡിക്കേഷൻ ഈസ് ആൻ അക്യുമുലേഷൻ ഓഫ് പെനട്രൻറ്റ് കോസ്ഡ് ബൈ എ ഡ്രോപ്പ് ഓഫ് പെനട്രൻറ്റ് ലെഫ്റ്റ് ഓൺ ദ വർക്ക് പീസ്. അതായത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തത് മൂലം ആ പെനട്രൻ്റെ ഒരു പോർഷൻ എവിടെയെങ്കിലും അക്യുമുലേറ്റ് ചെയ്യാം. അപ്പോൾ അതുമൂലം ഒരു ഫാൾസ് ഇൻഡിക്കേഷൻ ഉണ്ടാകാം. അപ്പോൾ these are conditions which may create accumulations of penetrant that are sometimes confused with the true cracks and discontinuities. അപ്പോൾ അത്തരത്തിൽ എവിടെയെങ്കിലും ഒരു അക്യുമുലേഷൻ എക്സസ് പെനട്രൻ്റ് വന്നു കഴിഞ്ഞാൽ അതുമൂലം നമ്മൾ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ക്രാക്കാണ് ചിലപ്പോൾ തെറ്റിദ്ധരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുമൂലം ആ ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ മൂലം നമ്മൾ ആ മെറ്റീരിയലിനെ റിജക്റ്റ് മെറ്റീരിയലിനെ കൂട്ടത്തിൽ പെടുത്തും. അപ്പോൾ അത് കമ്പനിയെ സംബന്ധിച്ച് നഷ്ടമാകും. അപ്പോൾ ഫാൾസ് ഇൻഡിക്കേഷന് കാരണം പൂർ ആയിട്ടുള്ള വാഷിംഗ് ആണ്. ഇഫ് ഓൾ ദ സർഫസ് പെനട്രൻറ്റ് ഈസ് നോട്ട് റിമൂവ്ഡ് ഇൻ ദ വാഷിംഗ് ഓർ റിൻസിങ് ഓപ്പറേഷൻ ഫോളോയിങ് ദ പെനട്രൻറ്റ് ഡ്വെൽ ടൈം, ദ അൺറിമൂവ്ഡ് പെനട്രൻറ്റ് വിൽ ബി വിസിബിൾ. അതായത് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ടല്ല വാഷ് ചെയ്യുന്നെങ്കിൽ പെനട്രൻറ്റ് കുറച്ച് എക്സിസ്റ്റ് ചെയ്യും. അത് ഫാൾസ് ഇൻഡിക്കേഷന് കാരണമാകും.
When accumulation of unwashed penetrant are found on a part, the part should be completely reprocessed. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ചില കേസിൽ ഈ ഫാൾസ് ഇൻഡിക്കേഷൻ മൂലം ആ മെറ്റീരിയൽ റിജക്റ്റ് മെറ്റീരിയൽ പെടുത്തുന്നു, പിന്നെ അതിനെ വീണ്ടും പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അത് എക്സ്ട്രാ പ്രോസസ്സിങ് കോസ്റ്റിലേക്ക് മാറുക ചെയ്യുന്നു. സേഫ്റ്റി പ്രിക്കോഷൻസ് ഇൻ ലിക്വിഡ് പെനട്രൻറ്റ് ഇൻസ്പെക്ഷൻ. എന്തൊക്കെയാണ് സേഫ്റ്റി പ്രിക്കോഷൻസ്? When proper health and safety precautions are followed, LPI can be completed without harm to inspection personnel. ഇവിടെ ഈ ഇൻസ്പെക്ട് ചെയ്യുന്ന വ്യക്തി പെനട്രൻ്റായിട്ടും ഡെവലപ്പറായിട്ടും ഒരു ഇടപെടുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതുമൂലം ആ ഒബ്സർവർക്ക് ഒരു കാരണവശാലും സ്കിൻ ഡിസീസോ അല്ലെങ്കിൽ സ്കിന്നിലെ എന്തെങ്കിലും കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫ്റ്റിയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. There is a number of health and safety related issues that need to be taken in consideration. Safety precautions. The certified inspector shall be responsible for compliance with applicable safety rules in the use of liquid penetrant materials. അപ്പോൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഈ LPI ടെസ്റ്റിംഗ് മെത്തേഡ്സിൽ. അപ്പോൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് വേണം ഈ ഒരു മെറ്റീരിയൽ ടെസ്റ്റിംഗ് നടത്താൻ. ലിക്വിഡ് പെനട്രൻറ്റ് ഷുഡ് നോട്ട് ബി ഹീറ്റഡ് ഓർ എക്സ്പോസ്ഡ് ടു ഓപ്പൺ ഫ്ലെയിംസ്. ചിലപ്പോൾ ചില പെനട്രൻറ്റ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ കത്താവുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ടെമ്പറേച്ചർ ഉണ്ടാകും. അത് അത്തരത്തിൽ ഉള്ള പ്രിക്കോഷൻസ് അത് പ്രോപ്പറായിട്ട് പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇൻസ്പെക്ടർ ആയിരിക്കണം എങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി നമുക്ക് LPIയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. Some of the penetrant materials are flammable, so it should be used and stored in small quantities. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പെനട്രൻറ്റ് ടൈപ്പ് എന്താണ്, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഡ്രോബാക്സ് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അത് ഹസാഡസ് ആണോ അല്ലെങ്കിൽ അത് ആ ഒരു പെനട്രൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റിംഗ് നടത്തുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് നോക്കണം, എന്തൊക്കെ സേഫ്റ്റി സൈഡിൽ നിന്ന് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഇൻസ്പെക്ടർ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബേസിൽ വേണം ഈ LPI ടെസ്റ്റ് നടത്താൻ. ഇനി പെനട്രൻറ്റ് മെറ്റീരിയൽ മേ ബി ഹൈലി വോളറ്റൈൽ ആകാം, ടോക്സിക് ആകാം, അത് സ്കിൻ ഇറിറ്റേഷനോ ഐക്ക് ഇറിറ്റേഷനോ ഉണ്ടാകും. സോ അതൊക്കെ മുൻകൂട്ടി കാണണം. ഐ പ്രൊട്ടക്ഷന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം, സ്കിന്നിന് വേണ്ട ഗ്ലൗസും മറ്റു കാര്യങ്ങൾ ധരിക്കണം. അതുപോലെ തന്നെ പെനട്രൻറ്റ് അധികം കോണ്ടാക്റ്റ് വരാത്തൊരു രീതിയിൽ, മീൻസ് നമുക്ക് ശ്വസിക്കുന്ന വായു ബ്രീത്തിങ് എയറുമായിട്ട് കോണ്ടാക്റ്റ് വരാത്തൊരു രീതിയിൽ അല്ലെങ്കിൽ സൺലൈറ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരാത്ത രീതിയിലൊക്കെ ഓരോ പർട്ടിക്കുലർ പെനട്രൻറ്റിനും അതിൻ്റേതായ സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സേഫ്റ്റിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. ദെൻ സേഫ്റ്റി പ്രിക്കോഷൻസ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഇൻ LPI ടെസ്റ്റിംഗ്. കെമിക്കൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ബിഫോർ വർക്കിംഗ് വിത്ത് എ കെമിക്കൽസ് ഓഫ് എനി കൈൻഡ് മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് അതിൻ്റെ ബേസിലായിരിക്കണം ചെയ്യേണ്ടത്. സം ഓഫ് ദ പെനട്രൻറ്റ് മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞ പോലെ ഫ്ലെയിമബിൾ ആകാം. അപ്പോൾ അതനുസരിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ അത് സ്റ്റോർ ചെയ്യേണ്ട ഒരു സ്ഥലം ഉണ്ടാകും, ഇത്ര ടെമ്പറേച്ചർ കീപ്പ് ചെയ്യേണ്ട ഒരു ഇതുണ്ടാകും. അപ്പോൾ അതനുസരിച്ച് അത് സ്റ്റോർ ചെയ്യണം. ഇനി ഐ പ്രൊട്ടക്ഷൻ, നേരത്തെ പറഞ്ഞോളൂ, ഐക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ചിലപ്പോൾ ഗ്ലാസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മേ ബി കവർ യൂസ് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്യുക. സ്കിന്നിന് വേണ്ട പ്രൊട്ടക്ഷന് വേണ്ടി ആ കാര്യങ്ങൾ യൂസ് ചെയ്യുക. ഇനി UV റേസ്, നമ്മൾ ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന കേസിൽ UV റേസ് അത് ഹാംഫുള്ളാണ്. സോ UV റേസിന് വേണ്ട പ്രൊട്ടക്ഷൻ എന്താണോ അത് ആ റൂമിൽ ഉണ്ടാകണം. നമ്മൾ എവിടെയാണോ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ UV റേസ് മൂലം ആ ഇൻസ്പെക്ടർക്ക് ഹാംഫുൾ ആകാത്ത രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ലിക്വിഡ് പെനട്രൻറ്റ് ഇൻസ്പെക്ഷൻ. അതിലാദ്യം സിമ്പിൾ ആൻഡ് ഈസി ടു യൂസ്, ഇൻഎക്സ്പെൻസീവ് ആണ്, ഹൈലി പോർട്ടബിൾ, highly sensitive, applicable to variety of materials, applicable to complex shape, large surface areas or large volumes. ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആണെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ഓൺലി ഡിറ്റക്ട് ഫ്ലോസ് ദാറ്റ് ആർ ഓപ്പൺ ടു ദ സർഫസ്. അതായത് സർഫസിന് ഓപ്പൺ ആയിരിക്കുന്ന ഡിഫക്റ്റുകൾക്ക് മാത്രമേ നമുക്ക് LPI യൂസ് ചെയ്യാൻ പറ്റൂ. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഓൺ പോറസ് ആൻഡ് വെരി റഫ് സർഫസ്. പോറസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആകുമ്പോഴത്തേക്കും പെനട്രൻറ്റ് അത് അബ്സോർബ് ചെയ്തു അല്ലെങ്കിൽ പെനട്രൻറ്റ് ട്രാപ്പ് ചെയ്തു പോകും മെറ്റീരിയലിനകത്ത്. അപ്പോൾ അതുകൊണ്ട് അതുണ്ടാകാൻ പാടില്ല. അപ്പോൾ അത്തരത്തിലുള്ള മെറ്റീരിയൽ സ്യൂട്ടബിൾ അല്ല ഈ ലിക്വിഡ് പെനട്രൻറ്റ് ടെസ്റ്റിംഗ് മെത്തേഡ്. സർഫസ് പ്രിപ്പറേഷൻ ഈസ് ക്രിട്ടിക്കൽ. നമുക്കറിയാം സർഫസ്
നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യണം. ടെസ്റ്റിങ്ങിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സർഫസ് ക്ലീൻ ചെയ്യണം. അപ്പോൾ സർഫസ് ക്ലീൻ ചെയ്യുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു സമയവും അല്ലെങ്കിൽ ക്ലീനിങ് ഏജൻസും ആവശ്യമാണ്. പ്രിപ്പറേഷൻ ബിഫോർ ടെസ്റ്റിംഗ് ക്യാൻ ബി ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലീനിങ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ്ങുമാണ്, കോസ്റ്റ്ലിയാണ്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്സ് ഈസ് സംടൈംസ് ഡിഫിക്കൽട്ട്. കാരണം നമുക്ക് കിട്ടിയ ഈ ഒരു ഇൻഡിക്കേഷൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് ചില സമയത്ത് ഡിഫിക്കൽട്ടാകും. കാരണം ആ ഇൻഡിക്കേഷൻ എന്താണ്, അത് ഏത് ടൈപ്പാണ് എന്നുള്ളത് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ടർക്ക് മാത്രമേ അത് സാധിക്കൂ. റിക്വയേഴ്സ് എ ഹൈ ഡിഗ്രി ഓഫ് ക്ലീൻനെസ് ഫോർ സാറ്റിസ്ഫാക്ടറി ഇൻസ്പെക്ഷൻ. ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് കാരണം വളരെ ഈസി ആയിട്ടൊരു ടാസ്ക്കാണ് LPG കേൾക്കുമ്പോൾ. ബട്ട് നമ്മളത് ചെയ്തു വരുമ്പോൾ അതിനകത്ത് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഫാൾസ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ടാകും. ഈ ഫാൾസ് ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫാൾസ് ഇൻഡിക്കേഷൻ മൂലം ഒരു കറക്റ്റായിട്ടൊരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കെയറോടെ വേണം ഈ LPI ടെസ്റ്റ് ചെയ്യാൻ. അതുപോലെ deformed surfaces and surface coatings may prevent detection. It is required to remove all penetrant materials after testing. Chemical handling precautions are necessary. There may be a problem in disposing of contaminated cleaning and penetrant fluids. അപ്പം യൂസ് ചെയ്യുന്ന പെനട്രൻ്റ് ഡെവലപ്പർ ഫ്ലൂയിഡ്സും അത് പ്രശ്നമാണ്. ഇനിയിപ്പം പെനട്രൻ്റ് ടോക്സിക്കും അതുപോലെ തന്നെ ഫ്ലെയിമബിളും ആണെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസ് വരും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ആയാലും ഡെവലപ്പർ ആയാലും ക്ലീനർ ആയാലും ഇതിൻ്റെ എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മളൊരു ബൾക്കായിട്ട് ടെസ്റ്റിംഗ് നടത്തുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻസ്. ഇൻസ്പെക്ഷൻ ഓഫ് ടൂൾസ് ആൻഡ് ഡൈസ്, ഇൻസ്പെക്ഷൻ ഓഫ് ടാങ്ക്സ്, വെസൽസ്, റിയാക്ടേഴ്സ്, പൈപ്പിംഗ്, ഡയേഴ്സ് എക്സെട്ര. ഇൻസ്പെക്ഷൻ ഓഫ് ഡീസൽ ലോക്കോമോട്ടീവ്, ട്രക്സ്, ഓട്ടോമൊബൈൽ പാർട്സ് സച്ചസ് ആക്സിൽസ്, വീൽസ്, ഗിയർ, ക്രാങ്ക് ഷാഫ്റ്റ് തുടങ്ങിയ ഓരോ പാർട്സിലും നമ്മൾ ഈ LPT ടെസ്റ്റ് നടത്തിക്കൊണ്ട് ക്രാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇൻസ്പെക്ഷൻ ഓഫ് ഫീൽഡ് ഡ്രില്ലിംഗ്, റിഗ്സ്, ഡ്രിൽ പൈപ്പ്, കാസ്റ്റിംഗ് എക്സെട്ര. ഇൻസ്പെക്ഷൻ ഓഫ് എയർക്രാഫ്റ്റ് എൻജിൻ പാർട്സ്, പ്രൊപ്പല്ലേഴ്സ്, വിങ് ഫിറ്റിങ്സ്, കാസ്റ്റിങ്സ് എക്സെട്ര. അപ്പോൾ ഈ കാണുന്നത് ലിക്വിഡ് പെനട്രൻ്റ് ടെസ്റ്റ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് സ്മോൾ റൗണ്ട് ഡിഫെക്ട്സ് ദാൻ സ്മോളർ ലീനർ ഡിഫെക്ട്സ് ആണ്. ഡീപ്പർ ഫ്ലോസ് ദാൻ ഷാലോ ഫ്ലോസ്. Flows with a narrow opening at the surface than wide open flows. Flows on smooth surface than on rough surface etc. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഡിഫക്റ്റുകളാണ് എങ്കിലാണ് നമുക്ക് LPT എന്ന് പറയുന്ന ആ ടെസ്റ്റ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി LPI എയറോസ്പേസ് ഇൻഡസ്ട്രിയിലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും റെയിൽവേയിലും ടൂൾസ് ആൻഡ് ഡൈസിലും ഇൻസ്പെക്ഷൻ ഓൺ റിയാക്ടേഴ്സ് ആൻഡ് ടാങ്ക്സ് ഇവിടെയെല്ലാം ഈ ഏരിയയിലെല്ലാം യൂസ് ചെയ്യുന്ന ഒന്നാണ്. കാരണം ഇത് എഫക്റ്റീവാണ്, മാത്രമല്ല ചിലവ് കുറഞ്ഞതാണ്, പെട്ടെന്ന് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് മോഡ്യൂൾ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.